ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഓം ശ്രീ ലളിതാദേവ്യൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 125 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 125 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 629 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 630 മുതലുള്ള നാമങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. 126 മുതൽ 130 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ശ്ലോകം വായിക്കാം. ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ. പഠിക്കുമ്പം ആ സ്വർണഗർഭ വരദ എന്നുള്ളത് അവരതയായി മാറും. കാരണം ഭ കഴിഞ്ഞിട്ടൊരു ദീർഘമുണ്ട്, പിന്നെ എഫ് പോലെ ഒരു അതുമായാണ്. അപ്പോൾ അവിടെ അവരത എന്നാണ് ആ നാമം. അത് പിരിച്ച് വായിക്കുമ്പോൾ പറയണ്ട. സ്വർണഗർഭാവരത വാഗതീശ്വരി ധ്യാനഗമ്യാപരിച്ഛേദ്യ ജ്ഞാനദ ജ്ഞാനവിഗ്രഹ. അതുപോലെയാണ് ധ്യാനഗമ്യ അപരിച്ഛേദ്യ എന്നാണ് പറയുമ്പം പരിച്ഛേദ്യ. സർവവേദാന്ത സംവേദ്യ സത്യാനന്ദസ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദായുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാരാ സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി. ഇതാണ് ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം എടുക്കാം. 7 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവസേവിത. ആദ്യത്തെ നാമം ത്രക്ഷരി. ത്ര എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ 3. ത്രക്ഷരി അക്ഷരം എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ്. അപ്പം 3 ലെറ്റേഴ്സ് ഉള്ളവൾ, 3 അക്ഷരങ്ങളുള്ളവൾ. ആ 3 അക്ഷരം എന്ന് പറയുന്ന 3 ബീജമന്ത്രങ്ങളാണ് ദേവിയുടെ. ഏതൊക്കെയാ അത്? ഐം ക്ലീം സൗ. ഇത് 3ആണ് ആ അക്ഷരങ്ങൾ. അത് മന്ത്രങ്ങളാണ്. ആ ദേവിയുടെ പ്രധാനപ്പെട്ട മന്ത്രങ്ങളുടെ അക്ഷരങ്ങളാണ് ഐം ക്ലീം സൗ. അപ്പോൾ ഈ ബീജമന്ത്രങ്ങൾ, അതായത് 3 കൂടങ്ങളുടെ ബീജാക്ഷരങ്ങൾ ആണ്. അത് ദേവിയാകുന്നു. അതുകൊണ്ട് ദേവിക്ക് ത്രക്ഷരി എന്ന് പേര്. ത്ര പ്ലസ് അക്ഷരി. ത്രഹ എന്നുള്ള ആ വിസർഗവുമായി വന്നപ്പോൾ അത് ഈയായി മാറി ത്രക്ഷരി എന്ന് പേര് ദേവിക്ക്. ത്രക്ഷരി, 3 അക്ഷരങ്ങളുള്ളവൾ. അടുത്ത നാമം ദിവ്യഗന്ധാഢ്യ. ദിവ്യമായ ഗന്ധങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവൾ. ആഢ്യ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക. അപ്പം ദിവ്യമായ ഗന്ധങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവൾ, ആദരിക്കപ്പെടുന്നവൾ എന്നൊക്കെ അർത്ഥം. പിന്നെ ഗന്ധാഢ്യ എന്ന് പറഞ്ഞാൽ പൂശുക എന്ന്, നമ്മൾ ലേപനം ചെയ്യുക, പൂശുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം നന്ദനവന മുതലായ വനത്തിലെ എല്ലാ പുഷ്പങ്ങളും ഗന്ധപുഷ്പങ്ങളാൽ, സുഗന്ധപുഷ്പങ്ങളാൽ
ദേവന്മാരും അവരുടെ ഭാര്യമാരും എല്ലാവരും ദേവിയെ പൂജിക്കുന്നു. ചന്ദനം, പച്ചക്കർപ്പൂരം, കുങ്കുമപ്പൂവ് തുടങ്ങിയ സുഗന്ധപുഷ്പങ്ങൾ കൊണ്ട് ആ ദേവന്മാരുടെ ദേവസ്ത്രീകളും എല്ലാവരും ദേവിയെ സേവിക്കുന്നു, അല്ലെങ്കിൽ ദേവിയെ അർച്ചിക്കുന്നു, ദേവിയെ പൂജിക്കുന്നു. അതുകൊണ്ട് ദേവി ദിവ്യഗന്ധാഢ്യ എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം സിന്ദൂര തിലക അഞ്ചിത. അഞ്ചിത എന്ന് പറഞ്ഞാൽ മനോഹരം, അല്ലെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ളതായി. അപ്പോൾ സിന്ദൂര തിലകം കൊണ്ട് അഞ്ചിതയായവൾ. സിന്ദൂര തിലകം കൊണ്ട് അഞ്ചിതയായവൾ എന്ന് പറഞ്ഞാൽ സിന്ദൂര തിലകം തൊട്ടിരിക്കുന്നതുകൊണ്ട് ദേവി നല്ല മനോഹരിയായി കാണുന്നു. നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞ് സുമംഗലിയായിരിക്കുന്നവൾ എന്നർത്ഥം. ഇനി അതും ആ കുങ്കുമം എങ്ങനത്തെ കുങ്കുമമാണ്? നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയല്ല, മഞ്ഞപ്പൊടി, അതൊന്നും ആ പൊടിയല്ല. എങ്ങനെ? ഹരിദ്ര കുങ്കുമം. അതാണ് ദേവിയുടെ പ്രിയപ്പെട്ട കുങ്കുമം. ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞളും ചുണ്ണാമ്പ് അല്ലെങ്കിൽ നാരങ്ങാനീരും പറ്റും, അതും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കുങ്കുമം, ഹരിദ്ര കുങ്കുമം സിന്ദൂരം നെറ്റിയിൽ ചൂടിയത് ധരിച്ചിരിക്കുന്ന കൊണ്ട് സുമംഗലിയായിരിക്കുന്നു, സുന്ദരിയായിരിക്കുന്നു ദേവി എന്നർത്ഥം. അപ്പോൾ സിന്ദൂര തിലകാഞ്ചിത, സിന്ദൂര തിലകം കൊണ്ട് മനോഹരിയായിരിക്കുന്നവൾ. അടുത്ത നാമം ഉമാ. ഉമാ എന്ന് പറഞ്ഞാൽ പാർവതീ ദേവി എന്ന പര്യായം. പാർവതീ ദേവിയുടെ പര്യായം വേറൊരു പേരാണ് ഉമ. അതെങ്ങനെയാണ് പേര് വന്നേ? 5 വയസ്സ് മുതൽ ദേവി ജനിച്ചപ്പോൾ 5 വയസ്സ് മുതൽ ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി പൂജ ചെയ്യുമായിരുന്നു, ശിവൻ്റെ പൂജകൾ. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ദേവിയുടെ അമ്മ മേനാദേവി, ഹിമവാൻ പർവ്വതത്തിൻ്റെ ഭാര്യയാണ് മേനാദേവി. ആ മേനാദേവി ഹിമവാൻ്റെ മകളാണല്ലോ പാർവതി ദേവി. അപ്പം മേനാദേവി ഈ 5 വയസ്സുള്ള കുഞ്ഞിനോട് പറയും അരുതേ അരുതേന്ന്. അത് ഊ എന്ന് പറഞ്ഞാൽ അല്ലയോ, മാ എന്ന് പറഞ്ഞാൽ അരുതേ, ഉമ. അപ്പോൾ ഊ മാ എന്ന് പറഞ്ഞാൽ അയ്യോ കുഞ്ഞെ അരുതേ എന്ന് നമ്മൾ പറയില്ല, അയ്യോ കുട്ടി അങ്ങനെ ചെയ്യരുത് എന്ന് പറയില്ലേ, അതുപോലെ അരുതേ കുട്ടി അല്ലെങ്കിൽ അല്ലയോ കുഞ്ഞെ അരുതേ എന്ന് പറയുന്ന പോലെ ഊ മാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പാർവതി ദേവിക്ക് ഉമാ എന്ന പേര് വന്നത്. അപ്പോൾ അരുതേ കുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉമാ എന്ന ദേവിക്ക് പേര് പാർവതീ ദേവി. അടുത്ത നാമം ശൈലേന്ദ്ര തനയ. ഇന്ദ്രൻ, പർവ്വതങ്ങളുടെ ഇന്ദ്രനായ ഹിമവാൻ പർവ്വതം. ആ ഹിമവാൻ്റെ പുത്രിയാണ് പാർവതീ ദേവി. അതുകൊണ്ട് പർവ്വതപുത്രി എന്ന അർത്ഥത്തിൽ ദേവിക്ക് പാർവതി എന്നും ശൈലേന്ദ്ര തനയ എന്ന് പറഞ്ഞാൽ പുത്രി എന്നർത്ഥം. അപ്പം പർവ്വതങ്ങളുടെയൊക്കെ പുത്രി എന്നും അർത്ഥം. അപ്പം ശൈലേന്ദ്ര തനയ, പർവ്വതപുത്രി എന്ന് അർത്ഥം. അടുത്ത നാമം ഗൗരി എന്ന് പറഞ്ഞാൽ ഗൗരം എന്ന് പറയാൻ വെളുത്ത വർണ്ണത്തോട് കൂടിയവൾ. ആദ്യം ദേവി കറുത്തവളായിരുന്നു. അപ്പം മഹാദേവൻ ദേവിയെ കളിയാക്കി കാളി എന്ന് വിളിച്ചു. കാളി എന്ന് വിളിച്ചപ്പോൾ ദേവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ദേവി തൻ്റെ യോഗശക്തി കൊണ്ട് ആ സ്കിന്നിനെ മാറ്റിയിട്ട് തൻ്റെ ത്വക്കിനെ മാറ്റി വെളുത്ത നിറമുള്ള ത്വക്ക് ധരിച്ചു. അങ്ങനെ ദേവി ഗൗരിയായി, വെളുത്ത നിറമുള്ളവളായി. അങ്ങനെയാണ് ദേവിക്ക് ഗൗരി എന്ന് പേര് വന്നത്. അപ്പോൾ ഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം വെളുത്ത വർണ്ണത്തോടു കൂടിയവൾ, ഗൗരവർണ്ണിനി എന്നർത്ഥം. അടുത്ത നാമം ഗന്ധർവസേവിത. ഗന്ധർവന്മാർ, സ്വർഗത്തിൽ പാട്ട് പാടുന്ന ആൾക്കാരെയാണ് ഗന്ധർവന്മാരെന്ന് പറയുന്നത്. അവർ സ്വർഗത്തിൽ എന്ത് പാട്ടാണ് പാടുന്ന? വേദങ്ങളുടെയൊക്കെ പാട്ട്, അതായത് സാമവേദത്തിൻ്റെ ഒക്കെ ശാസ്ത്രത്തെ ഉപവേദത്തെയും ഒക്കെയാണ് പാടുന്നത്. ഗാന്ധർവവേദം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഗാന്ധർവ ഗാനം പാടുന്നവരെ, സംഗീതജ്ഞന്മാരെ
ഒക്കെ ഗന്ധർവൻ എന്ന് പറയുന്നു. നമ്മുടെ യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? ആ ഗാന്ധർവ് അത്രയും ദേവന്മാരെ പോലെ, ആ ഗന്ധർവന്മാർ പാടുന്ന പോലെ അത്ര നന്നായി പാടുന്നത് കൊണ്ട്. അപ്പം അതുകൊണ്ട് ദേവി ഗന്ധർവ സേവിത, സ്വർഗത്തിലെ പാട്ട് പാടുന്ന ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ. അപ്പോൾ ഈ ശ്ലോകത്തിൽ ത്രക്ഷരി 3 അക്ഷരങ്ങളുള്ളവൾ എന്നും ദിവ്യഗന്ധാഢ്യ ദിവ്യമായ ഗന്ധങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളെന്നും സിന്ദൂര തിലകാഞ്ചിത സിന്ദൂര തിലകം കൊണ്ട് അഞ്ചിതയായവൾ മനോഹരിയായവളെന്നും ഉമ എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെ ഒരു പര്യായം. ശൈലേന്ദ്ര തനയ പർവ്വതപുത്രി ഹിമാവാൻ്റെ പുത്രി എന്നർത്ഥം. ഗൗരി വെളുത്ത വർണ്ണത്തോടു കൂടിയവൾ എന്നർത്ഥം. ഗന്ധർവ സേവിത ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ, അതുകൊണ്ട് ദേവിക്ക് ഗന്ധർവ സേവിത. അപ്പോൾ ഈ ശ്ലോകം ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവ സേവിത. അടുത്ത ശ്ലോകം വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗതീശ്വരി. ഇവിടെ 8 നാമങ്ങളുണ്ട്. വിശ്വഗർഭ, സ്വർണഗർഭ, അവരത, ഒരു ആന്നൊരു ദീർഘവും ഒരു എഫ് പോലെ ഒരു ഇതുമുണ്ട്, അതിൻ്റെ അർത്ഥം ആയാണ്. അപ്പം അവരത, അവരത എന്നും. വാഗധീശ്വരി ധ്യാനഗമ്യ അപരിച്ഛേദ്യ, ധ്യാനഗമ്യ അപരിച്ഛേദ്യ ജ്ഞാനത ജ്ഞാനവിഗ്രഹ. ഇങ്ങനെ 8 നാമങ്ങൾ. അപ്പോൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനത ജ്ഞാനവിഗ്രഹ. ആദ്യത്തെ നാമം വിശ്വഗർഭ, വിശ്വത്തെ തൻ്റെ ഗർഭത്തിൽ ധരിച്ചവൾ അല്ലേ. പ്രളയകാലത്ത് പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ ഉള്ളിലേക്ക് ഇതാക്കിയെന്ന് മഹാവിഷ്ണു നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നില്ലേ, നാരായണീയത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ. ഭഗവാൻ ഉറങ്ങാൻ പോയി, അനന്തശയനം ചെയ്യാൻ പോയി, നിദ്രയിൽ യോഗനിദ്രയ്ക്ക് പോയപ്പോൾ പ്രളയകാലത്തെ എല്ലാ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്കാക്കി ഉറങ്ങാൻ പോയി എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ, 8ാമത്തെ അധ്യായത്തിൽ, 8ാമത്തെ ദശകത്തിൽ. അത് തന്നെയാണ് ഇവിടെ. ആ പ്രപഞ്ചത്തെ മുഴുവൻ, വിശ്വത്തെ മുഴുവൻ തൻ്റെ ഗർഭത്തിൽ അന്തർഭാഗത്ത് ധരിച്ചവൾ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പം എങ്ങനെയാണോ വിരാട് പുരുഷനായ വിഷ്ണു, അതേപോലെ ഇവിടെ ദേവി ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്ന സ്ഥൂലമായ ലോകമാണ് ഈ വിശ്വം. വിശ്വം എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പം ഈ സ്ഥൂല പ്രപഞ്ചത്തെ ദേവി തൻ്റെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നു. അനേക കോടി ബ്രഹ്മാണ്ട ജനനിന്ന് നമ്മൾ ലളിതാ സഹസ്രനാമം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആ വിശ്വത്തെ മുഴുവൻ പ്രളയകാലത്ത് ദേവി തന്നിലേക്ക് ലയിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ദേവി വിശ്വഗർഭ. അടുത്തത് സ്വർണഗർഭ. സ്വർണഗർഭ ഇവിടെ ഹിരണ്യഗർഭൻ എന്ന് സമഷ്ടി സൂക്ഷ്മ ശരീര അഭിമാനിയായ ബ്രഹ്മാവിൻ്റെ പേരാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ വേറൊരു പേരാണ് ഹിരണ്യഗർഭൻ. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്വർണഗർഭ എന്ന് പറഞ്ഞാലും ബ്രഹ്മാവ് തന്നെ. ഹിരണ്യം സ്വർണമാണ്. അപ്പം ബ്രഹ്മാവിൻ്റെ വേറൊരു പേരാണ് ഹിരണ്യഗർഭനും സ്വർണഗർഭനും. സ്വർണഗർഭ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം, പ്രാണനും എല്ലാം സമഷ്ടി രൂപം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൂക്ഷ്മരൂപത്തിൽ ധരിച്ചിരിക്കുന്നു. സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമായിട്ട് പിന്നെ വരുന്നു. അനന്തമായ സ്വർണം പോലെയുള്ള തേജസ്സിനെ ധരിച്ചിരിക്കുന്നവൾ എന്നർത്ഥം. സ്വർണഗർഭ. സ്വർണഗർഭൻ എന്നത് പുല്ലിംഗവും സ്വർണഗർഭ എന്നുള്ളത് ആകാര സ്ത്രീലിംഗവുമാണ്. അപ്പോൾ സ്ത്രീലിംഗം. അപ്പോൾ സ്വർണഗർഭ എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം അവരത. അവരത, അവരാൻ ദ്യുതി ഇതി അവരത. വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. അപ്പോൾ അവരൻ എന്ന് പറഞ്ഞാലോ
ശ്രേഷ്ഠനല്ലാത്തവർ, അപ്പം ദുഷ്ടന്മാർ അല്ലേ. അപ്പം ഇവിടെ അവരത, അവരൻ പുല്ലിംഗം, അവരത സ്ത്രീലിംഗം. ഇവിടെ അവരത എന്ന് പറഞ്ഞാലോ ധർമ്മനിഷേധം ചെയ്യുന്നവരെയൊക്കെ ഇല്ലാതെയാക്കുന്നവൾ എന്നർത്ഥം. ദുഷ്ടന്മാരെയും അല്ലെങ്കിൽ ധർമ്മം അനുസരിച്ച് ജീവിക്കാത്ത നീചന്മാരെ ഒക്കെ നിഷേധം ചെയ്യുന്നവരെ, ധർമ്മത്തെയും നമ്മളുടെ സദാചാര ഇതെല്ലാം ഖണ്ഡിക്കുന്നവരെ, നീചന്മാരെ നശിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് അവരത എന്ന് പേര്. അടുത്ത നാമം വാഗധീശ്വരി. വാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ വാക്കുകളാണ്. വാക്കുകളുടെ ഈശ്വരിയാണ് ദേവി അല്ലേ. വാക്കുകളുടെ അധീശ്വരി, വാഗധീശ്വരി. വാക്കുകൾ സൂക്ഷ്മരൂപത്തിൽ പര എന്നും പശ്യന്തി എന്നും വൈഖരി എന്നും പറയും. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇതൊക്കെ. വൈഖരി എന്നും പുറത്തേക്ക് വരുന്ന ആ ശബ്ദമാണ്. അത് വൈഖരിയിൽ വരുമ്പോഴാണ് ആ ശബ്ദമുണ്ടാകുന്നത്, പൂർണ്ണമാകുന്നത്. അപ്പോൾ വാക്കുകളുടെ ദേവത അതൊക്കെ ആരാണ്? ദേവി തന്നെയാണ്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വാക് സാമർഥ്യം ഉണ്ടാകും, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. ദേവി എല്ലാം ഉള്ളവളാണ്, എല്ലാം തികഞ്ഞവൾ. അപ്പോൾ വാഗധീശ്വരി. വാക്ക് സാമർഥ്യം വക്കീലന്മാർക്കും പിന്നെ വാഗ്വാദം നടത്തുമ്പം ജയിക്കുന്നതൊക്കെ ദേവിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. വാക്കുകളുടെ ദേവതയാണ് ദേവി. സരസ്വതി ദേവി വാഗ്ദേവതയല്ലേ. അതുപോലെ അടുത്ത നാമം ധ്യാനഗമ്യ. ധ്യാനം കൊണ്ട് ഗമിക്കപ്പെടേണ്ടവൾ അല്ലെങ്കിൽ അറിയപ്പെടേണ്ടവൾ. ധ്യാനം കൊണ്ട് മാത്രമേ ദേവിയെ അറിയാൻ പറ്റൂ എന്ന് പറയുന്നു. കാരണം സ്നേഹം, ദയ, കരുണം തുടങ്ങിയ കരുണ ഇവയെല്ലാം മനസ്സുകൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒന്നും അറിയാൻ പറ്റാത്ത അത്യന്ത സൂക്ഷ്മതമമായിരിക്കുന്ന വസ്തുവാണ് ഈ ദേവി, ആ ബ്രഹ്മം. അപ്പോൾ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചിച്ഛക്തിയായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാ? ആകാശം, ജലം, ഇതൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ തന്മാത്രകളാണ് ശബ്ദം, സ്പർശം, രൂപം, ഗന്ധം, രസം. ഈ പഞ്ചഭൂതങ്ങൾ അത് ഇവയാൽ അറിയാൻ ഇതൊന്നുമല്ല, ധ്യാനം കൊണ്ട് മാത്രമേ ദേവിയെ അറിയാൻ പറ്റൂ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ധ്യാനം കൊണ്ട് മാത്രം അറിയപ്പെടേണ്ടവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ധ്യാനഗമ്യ എന്ന് പേര്. അടുത്ത നാമം അപരിച്ഛേദ്യ. അപരിച്ഛേദ്യ, പരിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ പരിമിതികൾ ഉള്ളത്. ഇവിടെ പരിമിതികൾ ഇല്ലാത്തത്. അപരിച്ഛേദ്യ, പരിച്ഛേദ്യത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം പരിച്ഛേദിക്കാൻ കഴിയാത്തവൾ, പരിമിതികളില്ലാത്തവൾ. 3 പരിമിതികൾ ഉണ്ട്. എന്തൊക്കെയാ? ദേശം, കാലം, വസ്തു. ഈ പരിമിതികളൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. അപ്പം ഇന്ന ദേശത്തെ ദേവിയുള്ളൂ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇന്ന കാലത്തെ ദേവിയുള്ളൂ എന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇന്ന വസ്തുവാണ് ദേവി, അതും പറയാൻ പറ്റില്ല. അപ്പം ദേവിയെ എല്ലാ ദേശത്തുമുണ്ട്, അതുപോലെ എല്ലാ കാലവും എല്ലാ വസ്തുവിലും ദേവിയുണ്ട്. ദേവി പൂർണ്ണയാണ്. അപരിച്ഛേദ്യ എന്ന് ദേവിക്ക് പേര്. പരിച്ഛേദിക്കാൻ കഴിയാത്തവൾ. അടുത്ത നാമം ജ്ഞാനത. ജ്ഞാനം ദാനം ചെയ്യുന്നവളാണ് ദേവി. എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക, ജ്ഞാനെന്ന് പറഞ്ഞാൽ അറിവിനെ കൊടുക്കുന്നവൾ അല്ലേ. ദസറ സമയത്ത് എഴുത്തിനിരുത്തും ആദ്യ അക്ഷരം കുറിക്കും ദേവിയുടെ അമ്പലങ്ങളിൽ പോയിട്ട്, സരസ്വതി ദേവിയുടെ മുമ്പിൽ. മൂകാംബിക തുടങ്ങിയ ദേവീ ക്ഷേത്രങ്ങളിൽ ഭയങ്കര ഇതാണ്. അപ്പം ജ്ഞാനത്തെ കൊടുക്കുന്നത് ആരാണ്? ദേവിയാണ്. മോക്ഷപ്രദായ ജ്ഞാനം, മോക്ഷം കിട്ടാനുള്ള ജ്ഞാനത്തെ ദാനം ചെയ്യുന്നവളെന്ന് പറയാം. വിദ്യാസ്വരൂപിണി എന്നും ദേവിക്ക് പേര്. അപ്പോൾ ആത്മജ്ഞാനം നൽകി മോക്ഷം പ്രദാനം ചെയ്യുന്നവൾ ജ്ഞാനദ എന്ന് ദേവിക്ക് അതുകൊണ്ടാണ് പേര് വന്നത്. അടുത്ത നാമം ജ്ഞാനവിഗ്രഹ. ജ്ഞാനം തന്നെ ശരീരമായിരിക്കുന്നു, മൂർത്തിയായിരിക്കുന്നവൾ.
ശുദ്ധ ചൈതന്യമാണ്, ശുദ്ധ ചൈതന്യ ശരീരമാണ് ദേവി. അപ്പം ആദ്യം ബ്രഹ്മം, നമ്മൾ ഇതിൽ പഠിച്ചു ഇല്ലേ, ആദ്യം ബ്രഹ്മം ഉണ്ടായി. ആ ബ്രഹ്മം പലതാകട്ടെ എന്ന് ആഗ്രഹിച്ചു, ഇച്ഛിച്ചു. അപ്പം ഇച്ഛാശക്തി ഉണ്ടായി. ആ ഇച്ഛാശക്തി കൊണ്ട് പ്രവർത്തിക്കാൻ നോക്കിയപ്പോൾ അത് ക്രിയാശക്തിയായി. അതിനു വേണ്ട ജ്ഞാനം വന്നപ്പം ജ്ഞാനശക്തിയായി. അപ്പം ഇത് മൂന്നും പ്രജ്ഞാനം ബ്രഹ്മ, അതായത് ജ്ഞാനസ്വരൂപിണി എന്നർത്ഥം. ജ്ഞാനം തന്നെ വിഗ്രഹമായി ഇരിക്കുന്നവൾ ജ്ഞാനവിഗ്രഹ. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആദ്യം വിശ്വഗർഭ, വിശ്വത്തെ തൻ്റെ ഗർഭത്തിൽ ധരിച്ചവൾ, സ്വർണഗർഭ ബ്രഹ്മദേവൻ്റെ പര്യായം, അവരത എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൾ, ശ്രേഷ്ഠൻ, ശ്രേഷ്ഠ എന്നൊക്കെ, വാഗധീശ്വരി വാക്കുകളുടെ അധീശ്വരി ആയവൾ, ധ്യാനഗമ്യ ധ്യാനം കൊണ്ട് മാത്രം അറിയപ്പെടേണ്ടവൾ, അല്ലെങ്കിൽ ധ്യാനം കൊണ്ട് മാത്രം ഗമിക്കുന്നു. അപ്പം നമ്മൾക്ക് ദേവിയെ കിട്ടണമെങ്കിൽ നമ്മൾ ദേവിയെ ധ്യാനിച്ചെങ്കിൽ മാത്രമേ, ധ്യാനം കൊണ്ട് മാത്രമേ ദേവിയെ നേടാൻ പറ്റൂ എന്നർത്ഥം. അപരിച്ഛേദ്യ ഛേദിക്കാൻ കഴിയാത്തവൾ, ജ്ഞാനദ ജ്ഞാനം ദാനം ചെയ്യുന്നവൾ, ജ്ഞാനവിഗ്രഹ ജ്ഞാനം തന്നെ ശരീരമായി വിഗ്രഹമായിരിക്കുന്നവൾ, ജ്ഞാനസ്വരൂപിണി എന്നൊക്കെ അർത്ഥം. അപ്പം ഈ ശ്ലോകം വിശ്വഗർഭ സ്വർണഗർഭ വരദാവാഗധീശ്വരി ജ്ഞാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാനവിഗ്രഹ. അടുത്ത ശ്ലോകം സർവവേദാന്ത സംവേദ്യ സത്യാനന്ദസ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല. സർവവേദാന്ത സംവേദ്യ ഒരു നാമം, സത്യാനന്ദസ്വരൂപിണി രണ്ടാമത്തെ നാമം, ലോപാമുദ്രാർച്ചിത മൂന്നാമത്തെ നാമം, ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല നാലാമത്തെ നാമം. അപ്പം ഓരോ ശ്ലോകം എടുത്ത് നോക്കാം. സർവവേദാന്ത സംവേദ്യ, സർവവേദാന്തങ്ങളാലും സമ്യക്കായി അറിയപ്പെടുന്നവൾ എന്നർത്ഥം. ദ അൾട്ടിമേറ്റ് നോളജ് എന്ന് അർത്ഥം. വേദാന്തം, ഉപനിഷത്തുക്കൾ, തത്വശാസ്ത്രം, വേദനിർണയം, സിദ്ധാന്തം, ഇതൊക്കെ വിഷയമാണ്. ഇതൊക്കെ ബ്രഹ്മമാണ്. ആ ബ്രഹ്മം എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് സർവവേദാന്ത സംവേദ്യ എന്ന് പേര്. അടുത്ത നാമം സൗന്ദര്യലഹരിയിൽ 44-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശ്രുതീന തുടങ്ങുന്ന ഇത്. അതുപോലെ ഇവിടെ സത്യാനന്ദ സ്വരൂപിണി അടുത്ത നാമം. സത്യവും ആനന്ദവുമാകുന്ന രൂപത്തോടു കൂടിയവൾ, സച്ചിദാനന്ദ രൂപിണി എന്നർത്ഥം. സത്യാനന്ദ രൂപിണി, സത്യവും ആനന്ദവുമാകുന്ന രൂപത്തോടു കൂടിയവൾ. അടുത്ത നാമം ലോപാമുദ്രാർച്ചിത. ലോപാമുദ്ര എന്ന് പറയുന്നത് നമ്മുടെ അഗസ്ത്യ മുനിയുടെ ഭാര്യയുടെ പേരാണ്. അപ്പം അഗസ്ത്യ മുനി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോപാമുദ്രയും അതെല്ലാം കേൾക്കുകയും ദേവിയെ പൂജിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അഗസ്ത്യ മുനിയേക്കാൾ കൂടുതൽ ദേവിയോട് ഭക്തി കൂടുതലുള്ളത് ലോപാമുദ്രയ്ക്കാണ്. അപ്പോൾ ലോപാമുദ്രയാൽ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. അതായത് ലളിതാ സഹസ്രനാമം തന്നെ ഹയഗ്രീവനും അഗസ്ത്യ മുനിയും കൂടിയുള്ള സംവാദമാണ്. അതൊക്കെ അവിടെ നടക്കുമ്പോൾ ദേവി അതെല്ലാം ലോപാമുദ്രാദേവി അതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ അറിവ് കൂടുതൽ ലോപാമുദ്രാദേവിക്കുണ്ട്. അതുകൊണ്ട് ലോപാമുദ്രാദേവിയാൽ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. ഹയഗ്രീവൻ എന്ന ഭഗവാന്റെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് ഹയഗ്രീവൻ. അതായത് വേദങ്ങളെ വെള്ളത്തിനടിയിൽ ബ്രഹ്മാവിനെ ഒളിപ്പിച്ച് വെച്ചപ്പോൾ ഹയഗ്രീവനായിട്ട് അതേപോലെ തന്നെ ഒരു രൂപം എടുത്തു മഹാവിഷ്ണു. അത് നേടിയെടുക്കാൻ വേണ്ടി ആ രൂപത്തെയാണ് ഈ ഹയഗ്രീവമൂർത്തി, കുതിരയുടെ തലയും പിന്നെ മനുഷ്യൻ്റെ ശരീരവുമായിട്ട്. ആ ഹയഗ്രീവനും അഗസ്ത്യ മുനിയുമായിട്ടുള്ള സംവാദ രൂപത്തിലാണ് നമ്മുടെ
ലളിതാ സഹസ്രനാമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ലോപാമുദ്ര ദേവിയാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിക്ക് ലോപാമുദ്രാർച്ചിത എന്ന് പേര്. അടുത്ത നാമം ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല. ലീലയായി ക്ലിപ്തപ്പെടുത്തിയ അല്ലെങ്കിൽ നിർമ്മിച്ച ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളോട് കൂടിയവൾ. ദേവി കളിയായിട്ട് ഈസിയായിട്ട് ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല. ലീലയായി നിർമ്മിച്ച അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുത്ത ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളോടുകൂടിയവൾ എന്നർത്ഥത്തിൽ. അപ്പോൾ ഈ ശ്ലോകം സർവവേദാന്ത സംവേദ്യ, സർവവേദങ്ങളാലും വേദാന്തങ്ങളാലും സമ്യക്കായി അറിയപ്പെടുന്നവളെന്നും ഇത് അൾട്ടിമേറ്റ് നോളജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വേദാന്തം, ഉപനിഷത്തുക്കൾ, തത്വശാസ്ത്രം, സിദ്ധികൾ ഇതൊക്കെ അറിയുന്നവൾ വേദ്യ. അടുത്ത നാമം സത്യാനന്ദ സ്വരൂപിണി, സത്യവും ആനന്ദവുമാകുന്ന രൂപത്തോടു കൂടിയവൾ. അടുത്ത ലോപാമുദ്രാർച്ചിത, ലോപാമുദ്ര ദേവിയാൽ അർച്ചിക്കപ്പെടുന്നവൾ. അടുത്തത് ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല, ലീലയായി ക്ലിപ്തപ്പെടുത്തിയ ബ്രഹ്മാണ്ഡമണ്ഡലങ്ങളോടുകൂടിയവൾ. അപ്പോൾ ഈ ശ്ലോകം സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല. അടുത്ത ശ്ലോകം അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദായുഗന്ധര. അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദായുഗന്ധര. ഇവിടെ 9 നാമങ്ങളുണ്ട്. അദൃശ്യ, ദൃശ്യരഹിത, വിജ്ഞാത്രി, വേദ്യവർജിത, യോഗിനി, യോഗദ, യോഗ്യ, യോഗാനന്ദ, യുഗന്ധര. ആദ്യത്തെ നാമം അദൃശ്യ. അദൃശ്യ, ദൃശ്യ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അദൃശ്യ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്തവൾ. അപ്പം നമ്മളുടെയൊക്കെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല ദേവിയെ. അതുകൊണ്ട് ദേവിയെ അദൃശ്യ എന്ന്, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തവൾ എന്ന അർത്ഥത്തിൽ. അപ്പോൾ കണ്ണിനും കണ്ണായിരിക്കുന്ന ദേവിയാണ്. അപ്പോൾ ദേവിയെ കാണണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. അത് അകക്കണ്ണുകൊണ്ട് കാണാം. അല്ലാതെ നമ്മളുടെയൊക്കെ കണ്ണുകൾ, ഇന്ദ്രിയമാകുന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ദേവിക്ക് അദൃശ്യ എന്ന് പേര്. അടുത്ത നാമം ദൃശ്യരഹിത, ദർശിക്കാനൊന്നുമില്ലാത്തവൾ. ദൃശ്യരഹിത, ദൃശ്യവും ദൃഷ്ടാവും എല്ലാം ദേവി തന്നെയാണ്. അപ്പം ദേവി ദർശിക്കാനായിട്ട് ഒന്നുമില്ലാത്തവൾ, ദൃശ്യവും ദ്രഷ്ടാവും എല്ലാം ദേവി തന്നെയാകുമ്പം വേറെ ഒന്നും കാണാനില്ല ദേവിക്ക്. അതുകൊണ്ട് ദേവിയെ ദൃശ്യരഹിത എന്ന് പേര്. അടുത്ത നാമം വിജ്ഞാത്രി. വിജ്ഞാത്രി എന്ന് പറഞ്ഞാൽ വിജ്ഞാത എന്നുള്ളത്, വിജ്ഞാതാവ് പുല്ലിംഗം, വിജ്ഞാത്രി സ്ത്രീലിംഗം അല്ലേ. വിശേഷേണ എല്ലാത്തിനെയും അറിയുന്നവൾ, വിശേഷജ്ഞാനം കൊണ്ട് എല്ലാം അറിയപ്പെടേണ്ടവൾ. കാര്യം കാണുമ്പോൾ ഒരു കാരണമുണ്ടെന്ന് അറിയുന്നതാണ് വിശേഷം. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ലോക കാര്യങ്ങളെല്ലാം അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. മനസ്സും ബുദ്ധിയും ഒക്കെ അതറിയുന്നു. ഇതിനെയെല്ലാം അറിയുന്ന എല്ലാ അറിവും നേടാൻ ശക്തി കൊടുക്കുന്ന ശക്തിബോധമാണ്, ആ ബോധ ചൈതന്യമാണ് ദേവി അല്ലേ. കോൺഷ്യസ്നസ്, അതാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് വിജ്ഞാത്രി എന്ന് പേര്. വിശേഷേണ എല്ലാത്തിനെയും അറിയുന്നവൾ. ഇനി അടുത്ത നാമം വേദ്യവർജിത, അറിയപ്പെടേണ്ടതായിട്ടൊന്നുമില്ലാത്തവൾ. വേദ്യവർജിത, അറിയപ്പെടേണ്ടതായി ഒന്നുമില്ലാത്തവൾ. വേദ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടത്.
അതായത് ദേവിക്ക് വേറെ എല്ലാം അറിയാം, ഒന്നും അറിയപ്പെടേണ്ടതായിട്ടില്ല. സർവജ്ഞയാണ് ദേവി, അറിയാൻ ബാക്കിയായിട്ടൊന്നുമില്ലാത്തവൾ എന്നർത്ഥം. അടുത്ത നാമം യോഗിനി. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ തന്നെ 7 യോഗിനിമാരെ പറ്റി പഠിച്ചു അല്ലേ? ഹാകിനി, കാകിനി, രാഗിണി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ 7 യോഗിനികളെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 ആധാരങ്ങളും മനുഷ്യർക്ക് 6 ആധാരങ്ങളുണ്ട്. ആധാരങ്ങളിലെല്ലാം സഹസ്രാരത്തിലും സ്ഥിതി ചെയ്യുന്ന 7 യോഗിനിമാർ, അവരെല്ലാം ദേവി പൂജിക്കപ്പെടുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യോഗിനി, യോഗി എന്ന് പറഞ്ഞാൽ പുല്ലിംഗവും യോഗിനി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗവും. അപ്പോൾ ഇവിടെ യോഗിനി ഈകാരം. യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികൾ, മനസ്സിൻ്റെ വിക്ഷേപ ഭാവങ്ങളാണ് ആശങ്ക, ഭയം, കാമ, ക്രോധം, ലോഭം തുടങ്ങിയെല്ലാം. അതിനോടെല്ലാം ഐക്യഭാവന, സമഭാവനയുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് യോഗിനി എന്ന് പേര്. അടുത്ത നാമം യോഗദ. യോഗത്തെ ദാനം ചെയ്യുന്നവൾ. അപ്പോൾ യോഗശക്തികൾ പ്രദാനം ചെയ്യുന്നതും ദേവി തന്നെയാണ് അല്ലേ? അതായത് മന്ത്രയോഗം, ഹഠയോഗം, രാജയോഗം, ഭക്തിയോഗം. ഹഠയോഗത്തിന് ഞാൻ വേറെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ഹഠയോഗമാണ്, ഹംസയോഗം എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു, പോലെ സോറി, ഹഠയോഗമാണ്. ഹഠയോഗം, രാജയോഗം, ഭക്തിയോഗം, മന്ത്രയോഗം, ഇങ്ങനെ യോഗങ്ങളുണ്ട്. അതിൽ ആ യോഗത്തെ മുഴുവൻ ദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് യോഗദ എന്ന് പേര്. അടുത്ത നാമം യോഗ്യ. യോഗ്യ എന്ന് പറഞ്ഞാൽ യോഗത്തിലൂടെ പ്രാപിക്കപ്പെടേണ്ടവൾ, യോജിക്കപ്പെടേണ്ടവൾ, പ്രാപിക്കപ്പെടേണ്ടവൾ എന്നൊക്കെ അർത്ഥം. അതായത് യോഗദ, യോഗത്തെ ദാനം ചെയ്യുന്നവൾ. യോഗ്യ, യോഗത്തിലൂടെ പ്രാപിക്കപ്പെടേണ്ടവൾ, യോജിക്കപ്പെടേണ്ടവൾ എന്നൊക്കെ അർത്ഥം. പ്രാപിക്കപ്പെടേണ്ടവൾ എന്നൊക്കെ അർത്ഥം. ലക്ഷ്യം ആത്മായാണ്. അപ്പം യോഗ ആനന്ദ. അടുത്ത നാമം യോഗത്താലുള്ള ആനന്ദത്തോടു കൂടിയവൾ. അതായത് സ്വരൂപ ആനന്ദം, ശിവശക്തി അല്ലേ? ആ 2 പേരും കൂടിയുള്ള ആ ശിവശക്തി സ്വരൂപം, അതാണ് യോഗ ആനന്ദം, അതുകൊണ്ട് കിട്ടുന്നത്. അപ്പം യോഗത്താലുള്ള ആനന്ദത്തോടു കൂടിയവൾ. അടുത്തത് യുഗന്ധര. യുഗങ്ങളെ ധരിക്കുന്നവൾ. ഓരോ യുഗങ്ങളെയും, അതായത് 4 യുഗങ്ങളുണ്ട്, ആ 4 യുഗങ്ങളിലും വഴി പോലെ നടത്താൻ വേണ്ടി അവയെ ധരിക്കുന്നവളാണ് ദേവി. ധർമ്മങ്ങളെയും വഴി പോലെ ഇത് ചെയ്യുന്നു. കാലസ്വരൂപിണിയായ ദേവി. യുഗം എന്ന് പറഞ്ഞാൽ 2 എന്നർത്ഥമുണ്ട്, ജോഡി എന്നർത്ഥമുണ്ട്, ദ്വന്ദ്ങ്ങളെയെല്ലാം ധരിക്കുന്നവളെന്നും അർത്ഥമുണ്ട് യുഗം. ഇനി യുഗന്ധര, ദുരം എന്ന് പറഞ്ഞാൽ നുകം എന്നർത്ഥമുണ്ട്. അപ്പം ഭാരം വഹിക്കുന്നവൾ എന്നും എടുക്കാം. ദുരന്ധരൻ എന്ന്, ഭാരം വഹിക്കുന്നവൻ എന്ന് പുല്ലിംഗം, ദുരന്ധര ദേവി സ്ത്രീലിംഗം, ഭാരവാഹി, പ്രപഞ്ചഭാരം മുഴുവൻ വഹിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ. അപ്പോൾ യുഗന്ധര. ഈ ശ്ലോകത്തിൽ അദൃശ്യ, ദർശിക്കാൻ കഴിയാത്തവൾ, ദൃശ്യരഹിത, ദർശിക്കാനായി ഒന്നുമില്ലാത്തവൾ. അതായത് ദൃശ്യവും ദൃഷ്ടാവും എല്ലാം ദേവി തന്നെ ആയതുകൊണ്ട്. വിജ്ഞാത്രി, വിശേഷേണ എല്ലാത്തിനെയും അറിയുന്നവൾ. വേദ്യവർജിത, അറിയപ്പെടേണ്ടതായി ഒന്നുമില്ലാത്തവൾ. യോഗിനി, യോഗം അതായത് മനസ്സിൻ്റെ വിക്ഷേപങ്ങളായ ചിത്തവൃത്തികൾ എല്ലാത്തിനോടും സമഭാവനയോടു കൂടിയവൾ യോഗിനി. യോഗദ, യോഗത്തെ ദാനം ചെയ്യുന്നവൾ. യോഗ്യ, യോജിക്കപ്പെടേണ്ടവൾ, പ്രാപിക്കപ്പെടേണ്ടവൾ എന്നൊക്കെ അർത്ഥം. യോഗ ആനന്ദ, യോഗത്താലുണ്ടാകുന്ന ആനന്ദത്തോടു കൂടിയവൾ. യുഗന്ധര, യുഗങ്ങളെ ധരിക്കുന്നവൾ. ഓരോ യുഗങ്ങളിലും ധർമ്മങ്ങളെയും ഒക്കെ പരിപാലനം ചെയ്യുന്നതൊക്കെ ദേവിയാണ്. അപ്പോൾ കാലസ്വരൂപിണിയാണ് ദേവി. പിന്നെ യുഗം എന്ന് പറഞ്ഞാൽ യുഗളം എന്നൊക്കെ പറഞ്ഞാൽ 2 ജോഡിയെന്നും
ഒക്കെ അർത്ഥമുണ്ട്. ദ്വന്ദ്ങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ധരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ. പിന്നെ മൂന്നാമതൊരർത്ഥം യുഗന്ധര എന്നുള്ളതിൽ ധുരം എന്ന് പറഞ്ഞാൽ നുകം. ഈ കാളകളുടെയൊക്കെ കഴുത്തയിൽ നുകം വെച്ച് കെട്ടില്ലേ, അതിനെ യുഗമെന്നും പറയും. ഭാരം. അപ്പം ഭാരം വഹിക്കുന്നവൾ ദുരന്തര. ഭാരം വഹിക്കുന്നവൻ ദുരന്തരൻ. അതിൻ്റെ സ്ത്രീലിംഗാണ് ദുരന്തര. അപ്പോൾ യുഗന്ധര എന്നും യുഗമെന്നും ധുരം എന്നും ഒക്കെ എടുക്കാം. അപ്പോൾ ഭാരവാഹി, പ്രപഞ്ചഭാരം മുഴുവൻ വഹിക്കുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര. അടുത്ത ശ്ലോകം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാരാസു പ്രതിഷ്ഠ സദസദ്രൂപധാരിണി. അപ്പോൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാരാസു പ്രതിഷ്ഠ സദസദ്രൂപധാരിണി. ഇവിടെ 4 നാമങ്ങളേ ഉള്ളൂ. ഇച്ഛാശക്തി ക്രിയാശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ഒറ്റ നാമമാണ്. 16 അക്ഷരം വരുന്ന ഒരു നാമം. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി. അടുത്ത നാമം സർവാധാര. അടുത്തത് സുപ്രതിഷ്ഠ. അടുത്തത് സദസദ്രൂപധാരിണി. അപ്പം 4 നാമങ്ങൾ. ആദ്യത്തെ നാമം ഇച്ഛാശക്തി. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി. ഇച്ഛാശക്തി നമ്മൾ പറഞ്ഞു ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മം പലതായിട്ട് പിരിയട്ടെ എന്ന് ആദ്യമായിട്ട് ഒരു നമ്മളെ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മം പരബ്രഹ്മം പലതാകട്ടെ എന്ന് ഇച്ഛിച്ചു. ഇച്ഛിക്കുക എന്ന് പറയുമ്പോൾ അത് ഇച്ഛാശക്തി. ആ ഇച്ഛയിൽ നിന്നുണ്ടായ ശക്തി ഇച്ഛാശക്തി. പിന്നെ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ക്രിയാശക്തി. പ്രവൃത്തി ക്രിയയാണല്ലോ. അപ്പോൾ അത് ക്രിയാശക്തിയായി മാറി. ഇനി ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഉള്ള ജ്ഞാനം, അറിവ്, അതിനെ ജ്ഞാനശക്തി. അപ്പം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി. ഈ 3 ശക്തികളുടെയും സ്വരൂപമായി ഇരിക്കുന്നവൾ. അപ്പം ഇതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് പേര് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി എന്ന്. ഇനി ഈ ചിച്ഛക്തി അതറിവാണ്. അങ്ങനെ 3 ശക്തികൾ അല്ലേ? 3ഉം ഈ ഇച്ഛാശക്തിയും ദേവിയാണ്, ജ്ഞാനശക്തിയും ദേവിയാണ്, ക്രിയാശക്തിയും ദേവി തന്നെയാണ്. അടുത്ത നാമം സർവ ആധാര. സർവത്തിനും ആധാരമായവൾ, എല്ലാത്തിനും ആധാരയായവൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആധാരഭൂതയായിരിക്കുന്നവൾ ദേവി അല്ലേ? നിരാധാര. അതായത് സ്വമഹിമാവാണ് ദേവി. ദീപവും പ്രകാശവും പോലെ തന്നെ. ദീപവും പ്രകാശവും എങ്ങനെയാണോ അതേപോലെയാണ് ദേവി. അപ്പോൾ എല്ലാത്തിൻ്റെയും ആധാരമായവൾ എന്ന അർത്ഥത്തിൽ. അടുത്ത നാമം സുപ്രതിഷ്ഠ. സുഷ്ടുവായ പ്രതിഷ്ഠയോടുകൂടിയവൾ. എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നു. ശോഭനമായ അല്ലെങ്കിൽ നല്ലതുപോലെ ഉറച്ചതെന്നർത്ഥം. ശാശ്വതമായത്, നിത്യ സത്യസ്വരൂപിണി. ഇതെല്ലാം സുപ്രതിഷ്ഠ. പ്രതിഷ്ഠയ്ക്ക് പല അർത്ഥമുണ്ട്. ഉറച്ചതെന്നർത്ഥമുണ്ട്, പിന്നെ ശോഭനമായതെന്നർത്ഥമുണ്ട്, അങ്ങനെ ശാശ്വതമായത് എല്ലാം. അപ്പോൾ ഇതെല്ലാം ദേവിയാണ്. സുപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ സുഷ്ടുവായ പ്രതിഷ്ഠയോട് കൂടിയവൾ. അടുത്ത നാമം സദസദ്രൂപധാരിണി. സത്ത് എന്ന് പറഞ്ഞാൽ സത്ത്, അസത്. സത്തും അസത്തും ആയ രൂപത്തോടു കൂടിയവൾ എന്നർത്ഥം. സദസത് രൂപധാരിണി. സത്തെന്ന് പറയുന്ന ഒരു കാലത്തും ഒരു മാറ്റവുമില്ലാത്തതാണ്.
ഒരു പരിണാമവുമില്ലാത്തതാണ് സത്ത്. അത് ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും എല്ലാം ഉള്ളതാണ്. പരിണാമമില്ലാത്തത്. അസത്ത് എന്ന് പറയുന്നത് ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഇല്ല, കുറേ കഴിയുമ്പോൾ ഇല്ലാതെയാവും. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അബ്സല്യൂട്ട് റിയാലിറ്റി അല്ല. അതുകൊണ്ട് അസത്ത്. ഇനി ഈ പ്രപഞ്ചത്തെ അസത്തെന്നാണ് വിളിക്കുന്നത്. കാരണം ശാശ്വതമല്ല, പ്രപഞ്ചം നശിക്കുന്നതാണ് അല്ലേ. പ്രളയകാലത്തെല്ലാം നശിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതുകൊണ്ട് അപ്പം സത്തും അസത്തുമായിരിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ സദസദ്രൂപധാരിണി എന്ന് പേര്. ഈ ശ്ലോകത്തിൻ്റെ ഇത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും എല്ലാം ദേവി ആ രൂപമായിരിക്കുന്ന ദേവിയാണ് എന്നർത്ഥം. അടുത്തത് സർവാധാര, എല്ലാത്തിനും ആധാരമായിരിക്കുന്നവൾ. സുപ്രതിഷ്ഠ, സുഷ്ടുവായ പ്രതിഷ്ഠയോട് കൂടിയവൾ. സദസദ് രൂപധാരിണി, സത്തും അസത്തുമായി ആയ രൂപത്തോടു കൂടിയവൾ. അപ്പം ഈ ശ്ലോകം ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി ഒറ്റ നാമാണ്. സർവാധാര, സുപ്രതിഷ്ഠ, സദസദ്രൂപധാരിണി. ഇനി ഇത് മുഴുവനും ഒന്നുകൂടെ വായിക്കാം. ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാനവിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദസ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദായുഗന്ധര ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി സർവാധാര, സുപ്രതിഷ്ഠ, സദസദ്രൂപധാരിണി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം നാരായണ. അമ്മേ നാരായണ. സകലം ശ്രീ ലളിതാദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി. അമ്മേ നാരായണ.